നമസ്കാരം. യുദ്ധക്കപ്പലുകൾ, ഫൈറ്റർ ജെറ്റുകൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവ റെഡി. ഇനി വച്ച് താമസിപ്പിക്കുന്നില്ല. ഈ ആഴ്ചയുടെ അവസാനത്തോടെ അത് സംഭവിക്കും. എന്താണ് എന്നല്ലേ ഇറാനെതിരെയുള്ള US സൈന്യത്തിന്റെ ആക്രമണം. അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് അന്തിമമായുള്ള അനുമതി നൽകിയിട്ടില്ല എന്നാണ് വിവരം. പശ്ചിമ ഏഷ്യയിൽ US സൈന്യത്തിന്റെ വലിയൊരു സാന്നിധ്യം ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇറാനുമായുള്ള നീണ്ട യുദ്ധത്തിനുള്ള സാധ്യതയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഈ ആഴ്ചയുടെ അവസാനത്തോടെ സൈന്യം ആക്രമണത്തിന് തയ്യാറാണ് എന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന വിവരം. US കമാൻഡർ ഇൻ ചീഫ് സൈനിക നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദിക്കുകയും ഉപദേശകരോടും സഖ്യകക്ഷികളോടും ഏറ്റവും നല്ല നടപടി ഏതാണെന്ന് ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഏതാണ് നല്ലത് എന്ന് തിരയുന്നത് മാതിരി ഇപ്പോ യുദ്ധം നടത്തണമോ വേണ്ടയോ എന്ന വാദം നോക്കുകയാണ് ട്രംപ്. കഴിഞ്ഞ വർഷം ഇറാനിൽ ആക്രമണത്തിന് ഉത്തരവിട്ട ട്രംപ് 2018 റദ്ദാക്കിയ ആണവ കരാറിന് ബദൽ കണ്ടെത്താൻ നിലവിലുള്ള ചർച്ചകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഇറാനെ ഭീഷണിപ്പെടുത്തുകയാണ് അമേരിക്ക. നിലവിൽ പശ്ചിമേഷ്യയിൽ 13 US യുദ്ധക്കപ്പലുണ്ട്, ഒരു വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൻ, 9 ഡിസ്ട്രോയറുകൾ, 3 ലിറ്ററോറൽ കോമ്പാക്ട് ഷിപ്പുകൾ, കൂടാതെ ഇതിലധികം സന്നാഹം ഉടൻ എത്തുമെന്നാണ് US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ഈ മാസം ആദ്യം കരീബിയൻ കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇതിനോടൊപ്പം 3 ഡിസ്ട്രോയറുകളും ഉണ്ട്. ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ വഹിക്കുകയും ആയിരക്കണക്കിന് നാവികർ ഉള്ളത് കൊണ്ട് 2 US വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നതും അപൂർവമാണ്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ 12 ദിവസത്തെ ആക്രമണം നടത്തിയപ്പോൾ ഈ മേഖലയിൽ USന്റെ 2 വലിയ യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നു. എക്സ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് ആയ ഫ്ലൈറ്റ് റഡാർ 24 എന്നിവയിലെ വിവരങ്ങൾ അനുസരിച്ച് ട്രംപ് വലിയൊരു ശ്രേണി വിമാനങ്ങളും അയച്ചിട്ടുണ്ട്. F-22 റാപ്റ്റർ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ, F-15, F-16 യുദ്ധവിമാനങ്ങൾ, KC-135 എയർ റീഫ്യൂയിങ് വിമാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. USഉം ഇറാനും തമ്മിലുള്ള ദീർഘകാല ആണവ തർക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ്. 2 രാജ്യങ്ങളും മാസങ്ങളായി ആണവ കരാറിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. US സൈനിക ഇടപെടൽ ഒഴിവാക്കുന്നതിനായി ചൊവ്വാഴ്ച ജനീവയിൽ US ഇറാൻ ഔദ്യോഗിക ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഈ ചർച്ച തീർത്തും പരാജയമായി. കരാറിന്റെ മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങളിൽ 2 രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. പുതിയ ആണവ കരാർ വേണമെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞുറപ്പിക്കുമ്പോൾ എന്നാൽ ചില സമയങ്ങളിൽ ഭരണകൂടം മാറണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഏതൊരു പുതിയ സൈനിക നടപടിയെയും ആണവ ലക്ഷ്യങ്ങൾക്കപ്പുറം കടന്നു പോകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുകയാണ്, അല്ലെങ്കിൽ അവ വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ മാസം ആക്രമണത്തിന് ഉത്തരവിട്ടിരുന്നതിൽ നിന്നും ട്രംപ് പിന്മാറിയിരുന്നു. USന്റെ സമ്മർദ്ദത്തിൽ ടെഹ്റാൻ 800-ലധികം വധശിക്ഷകൾ നിർത്തിവെച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഇറാനെതിരെ വീണ്ടും ഭീഷണി ഉയർത്തി. കരാർ വേഗത്തിൽ പ്രായോഗികമല്ല എങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചന. ഇതുവരെ ഒരു കരാർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് യാതൊരു സൂചനയും ലഭ്യമായിട്ടില്ല. ആയത്തുള്ള സയ്യിദ് അലി ഖമേനി നയിക്കുന്ന ഇറാനിലെ ഭരണകൂടത്തിന്റെ ദൗർബല്യം ട്രംപിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളും കഴിഞ്ഞ വർഷത്തെ ഇസ്രായേൽ US ആക്രമണങ്ങളും രാജ്യത്തിനു മേലുള്ള ഭരണകൂടത്തിന്റെ പിടിയിൽ അയവ് വരുത്തിയിട്ടുണ്ട്. ഇനി എന്താവും കാര്യങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.